ബംഗ്ലാദേശിൽ മൗദൂദികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. കാരണം ഭരണം ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന അവസ്ഥയായിരുന്നു. അപ്പോഴാണ് താരിഖ് റഹ്മാൻ വന്നത്. BNP നേതാവ് താരിഖ് റഹ്മാൻ വിദേശത്തെ വാസം ഒഴിവാക്കി ബംഗ്ലാദേശിലേക്ക് വന്നത്. ബീഗം ഖാലിദ സിയ മരണക്കിടക്കയിലായിരുന്നു. ആ സമയത്ത് തന്നെ താരിഖ് റഹ്മാൻ വന്നു. അത് വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഭരണം ജമാഅത്ത് ഇസ്ലാമി പിടിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം ഇത് ശരിക്കും ജമാഅത്ത് ഇസ്ലാമി നടത്തിയ കുത്തിത്തിരിപ്പുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് എത്തിയത്. അത് പണ്ടും അവർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അധികാരം പിടിക്കുമെന്ന് ഉറപ്പിച്ചതാണ്. ഇപ്പോൾ ഇവിടെ മലയാളത്തിലെ മീഡിയ വണ്ണൊക്കെ പറയുന്നത് അത് വലിയ നേട്ടമാണ്, 2-ൽ നിന്ന് 77-ലേക്ക് എത്തി എന്നൊക്കെ പറയും. അതായത് 300 അംഗ പാർലമെന്റിൽ 77 സീറ്റുകളാണ് ഈ മുന്നണിക്ക്, ജമാഅത്ത് ഇസ്ലാമി മുന്നണിക്ക് ലഭിച്ചത്. ജമാഅത്ത് ഇസ്ലാമി 68 സീറ്റുകളാണെന്ന് തോന്നുന്നു. അത് ഒരിക്കലും ഒരു മികച്ച പ്രകടനമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ഇപ്പോൾ ചരിത്രത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും മികച്ച പ്രകടനം എന്നുള്ളതല്ല, കാരണം നിലവിലെ സാഹചര്യം അങ്ങനെയായിരുന്നു.